എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ദൈവം എന്നെ മറന്നു കളഞ്ഞോ? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? എൻ്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ലേ? എന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ, ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികളെ കണ്ട് നമ്മോട് തന്നെ പലപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ബെഥാനിയിലെ ഗ്രാമത്തിൽ ലാസറിന്റെ ഭവനത്തിൽ ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശു ഈ വിവരം അറിഞ്ഞിട്ട് പറയുന്നൊരു കാര്യം പ്രസക്തമാണ്. ഈ ദിനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിനത്രേ. ലാസർ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. 4 ദിവസമായി അവനെ അടക്കിയ കല്ലറയുടെ മുന്നിൽ വന്ന യേശു വിളിച്ചു പറയുക, ശബ്ദമുയർത്തി, ലാസറേ പുറത്തു വരിക എന്ന ശബ്ദത്തിന്റെ മുന്നിൽ ലാസർ ജീവനുള്ള ദേഹിയായി അവൻ പുറത്തു വന്നു. എന്തുകൊണ്ടായിരിക്കാം ഈ വേദന ലാസറിന്റെ ഭവനത്തിൽ വന്നത്? ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടാൻ, ദൈവത്തിന്റെ പുത്രന്റെ മഹത്വം വെളിപ്പെടാൻ. സഹോദരങ്ങളെ, ചില വീഴ്ചകളും ചില പോരായ്മകളും ചില തകർച്ചകളും ചില കഷ്ടതകളും ഒക്കെ കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നത് നിങ്ങളെ തകർച്ച കളയാനല്ല, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വം താങ്കളിൽ വെളിപ്പെടുവാനാണ്. ആ മഹത്വം വെളിപ്പെടാൻ താങ്കൾ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവോ?